അയ്യപ്പ സംരക്ഷണ എന്താ പറയുക സംഗമം നടന്നു. സംഗമവും സമ്മേളനവും അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഈ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഭക്തജനങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അയ്യപ്പ സുരക്ഷിതനല്ല. അയ്യപ്പനെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഈ സംരക്ഷണം ഉണ്ടാക്കുന്നത്, ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ഉറപ്പ് കിട്ടപ്പോഴാണ് നമ്മൾ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അവര് സംരക്ഷണം നടത്തി, അങ്ങനെ ഒരു സമ്മേളന സംഗമമൊക്കെ നടത്തി. അന്തകമ്മിയൊക്കെ പിടിച്ചില്ല. അന്തകമ്മിയൊക്കെ മാത്രമല്ല, കുറെ എണ്ണത്തിന് പിടിച്ചില്ല. കുറെ മാപ്ര കമ്മികൾക്കും കുറെ അന്തകമ്മിയൊക്കെ പിടിച്ചില്ല. അവര് പറയുന്നത് ഇത് തീവ്ര സംഗമം എന്നാണ്. അപ്പൊ തീവ്രവാദികളാണ് അവിടെ സംഗമം നടത്തിയത്. അത് ഒന്നാമത്തെ ചോദ്യം. എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. രണ്ടാമത്തെ ചോദ്യം, ഈ സുകുമാരപിള്ളയും പിന്നെ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടെങ്കിൽ മാത്രമേ അത് NSSഉം SNDP ആകൂ. അത് സംഗീത് കുമാറും വേണം. ബാക്കി ആര് വന്നാലും NSS SNDP ആകില്ല. ഇപ്പൊ NSS ഇല്ലായിരുന്നു, SNDP ഇല്ലായിരുന്നു. പിന്നെ വാവരെ കാണാനാണ് നമ്മൾ ശബരിമലയിൽ പോണത്. മെയിൻ വാവരാണ്. വാവരെ കണ്ട് നമ്മൾ മടങ്ങാം, അയ്യപ്പന്റെ അടുത്തേക്ക് പോകണ്ട. അവിടുത്തെ മെയിൻ വാവരാണ്. എൻ്റെ അമ്മ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ അയ്യപ്പ ഭക്തർക്ക് ഇപ്പൊ ഇന്നലെ രാഘവൻ MP ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥ അയ്യപ്പ സ്നേഹമാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ പണ്ടത്തെ ആ കേസുകളൊക്കെ പിൻവലിച്ച് കാണിക്കുക, എന്നിട്ട് ഇവിടെ ആയി പറക്കിയാൽ മതി. അല്ലാതെ അയ്യപ്പ സ്നേഹം വോട്ടിന് വേണ്ടി നാണം കെട്ട നാറികളികൾ കളിക്കല്ലേ എന്ന് അത് തന്നെ പറയാനുള്ളൂ. എന്താ സംഭവം? ആർക്കാണ് ഇപ്പൊ കുരു ഇത്രയധികം പൊട്ടിയിരിക്കണേ? അല്ല, ഇന്നലെ കമ്മികള് ഇങ്ങനെ വ്യസനിച്ചൊക്കെ കമന്റ് ഇടുന്നുണ്ട്. ഇത്രയും നാള് നീയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി ചീത്ത വിളിച്ചു, ഇന്ന് തമിഴിനെ ഇറക്കി വിളിപ്പിച്ചല്ലടാന്ന് പറഞ്ഞിട്ട്. നിനക്കൊന്നും ആളെ കിട്ടാത്തോണ്ടാണ് തെലുങ്ക് ദേശത്തിൽ നിന്ന് തമിഴ് ദേശത്തിൽ നിന്നൊക്കെ ആളെ വിളിച്ച് ചീത്ത വിളിപ്പിക്കുന്നതൊക്കെ ഇത്രയും വേണമായിരുന്നു ആളെ അതൊക്കെ ചോദിച്ചു. അപ്പൊ ഈ കാര്യമാണ് നമ്മൾ കണ്ടത്. അല്ലെ ഈ തീവ്ര സംഗമം അതായത് എന്താണെന്നുള്ളത് ഇതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവര് തീവ്ര സംഗമം എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിൽ തീവ്രത അളക്കാനുള്ള മെഷീൻ ഇവരുടെ. അപ്പൊ അതുകൊണ്ടാണ് ഇവരതിന്റെ തീവ്രതയെ കളന്നപ്പോ കൂടുതലാണ്. കാരണം കുറെ കാവിയുണ്ട്. കാവി കൂടിക്കഴിഞ്ഞാൽ തീവ്രത കൂടി. അയ്യപ്പ സംഗമത്തില് ഈ ഇന്നലെ നടന്ന 70ാം തീയതി നടന്ന അയ്യപ്പ സംഗമത്തില് കാവി ഇല്ലായിരുന്നു. അപ്പൊ അത് തീവ്രത കുറഞ്ഞു. പിണറായി കാവി കൊടുത്താലും ഇവര് RSS ആക്കി കളയും. പിണറായി അറിയാതെ കാവി കൊടുത്താൽ പോലും വീട്ടിലെ കാവി മുണ്ട് കൊടുത്താൽ പറയും പിണറായി RSS ആക്കി കളയും. അപ്പൊ അതുകൊണ്ട് കാവിയുടെ ഇത് വെച്ചിട്ടാണ് ഇവര് തീവ്രത അളന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 60 സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ടായിരുന്നു. മൊട്ടേരെയൊക്കെ കരച്ചിൽ കാണുന്നവര് നിന്നല്ലേ എന്റെ അമ്മയെ നെഞ്ചത്തടിക്കണില്ലെന്നേ ഉള്ളൂ, കരഞ്ഞു മഴുകണ്. എന്നിട്ട് വേറെയൊക്കെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത സംഭവങ്ങളൊക്കെ എടുത്തിടുന്നത്. കാരണം ഇതിൽ പറയാൻ ഒന്നുമില്ല. അല്ല, ഇതില് ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ തീവ്ര വിശ്വാസികൾ എന്നൊക്കെ ഇവർ പറയുന്നു. തീവ്ര വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് വിശ്വാസി അറിയാം, അവിശ്വാസി അറിയാം. തീവ്ര വിശ്വാസി അങ്ങനെ, അതായത് എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാം, അയ്യപ്പൻ ഉണ്ടെന്ന് വിശ്വസിക്കാം. അയ്യപ്പനില്ല ദൈവം എന്ന് പറഞ്ഞ സാധനമില്ല, ഓക്കെ ശരി, അതും വിശ്വസിക്കാം. ഈ അയ്യപ്പനിൽ ഉണ്ടെന്നുള്ളതിൽ എങ്ങനെ അയ്യപ്പനുണ്ട് എന്നുള്ളതിൽ തീവ്രമായി എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? തീവ്ര കമ്മികളെന്ന് കേട്ടിട്ടില്ലേ? തീവ്ര കമ്മികൾ, അതിന്റെ വേറൊരു വെർഷനാണ് ഈ തീവ്ര കമ്മികളോ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ എന്ന് പറയുന്നത്. അവരുടെ ആശയത്തിന് വേണ്ടി മറ്റൊരാളെ കൊല്ലാൻ മടിയില്ലാത്തവരെയാണ് തീവ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ ഇവരെ തീവ്ര എന്ന് വിളിച്ചതെന്ന് എനിക്ക് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? എന്തായാലും ഈ അയ്യപ്പന്റെ ഈ ബാലകാല സമയത്ത് ഒരു പരിഭാവനമായിട്ടുള്ള ഇടമാണ് ഈ സംഗമം നടത്തിയ സ്ഥലം. അതെ. അപ്പൊ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് AC റൂമുകളോ അല്ലെങ്കിൽ AC ഹാളോ കാര്യങ്ങളൊന്നും അല്ല അതിനുവേണ്ടി തിരഞ്ഞെടുത്ത. അതിനുവേണ്ടി ഒരു പന്തലൊക്കെ കെട്ടി 10 ലക്ഷമാണ്. 7 കോടി ചെലവൊന്നുമില്ല. കാരണം പാവപ്പെട്ട ഈ NRI അയ്യപ്പന്മാരല്ലല്ലോ ഇതിൽ വരുന്നത്. പാവപ്പെട്ട അയ്യപ്പന്മാരായതുകൊണ്ട് 10 ലക്ഷമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പാവപ്പെട്ട അയ്യപ്പൻ അങ്ങനെ കൊണ്ടോ, പാവപ്പെട്ട അയ്യപ്പൻ ഭക്തൻ NRI ഭക്തന്മാർ അങ്ങനെ കൊണ്ടൊന്നും നമ്മൾ പറയുന്നില്ല. അത് ആദ്യം പറഞ്ഞ ആരാ? പിണറായി സർക്കാരാണ്. അവര് ഗോൾഡ് കാർഡ് നമ്മളങ്ങനെ പറഞ്ഞില്ല. ഈ AC റൂം ബുക്ക് ചെയ്ത് 4000-ഓളം പേർക്ക് രജിസ്ട്രേഷനും കൊടുത്തു. അതിൽ 3000 പേർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. പഴയടം പറയുന്ന 650 പേരെ ഉണ്ടാവുന്നുള്ള, ബാക്കിയെല്ലാം കളയേണ്ടി പൈസ കൊടുത്താൽ എന്തോ പാവത്തിന്. അത് എന്തായാലും 600 വരെ വന്നോളെന്ന് പറഞ്ഞു. ഇവർ അതും ചെയ്യും. 600 വരെ വന്നോളൂ. 600 പൈസ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ പൈസ അയ്യപ്പ സംഗമത്തിന്റെ ഒരു ബദൽ സംഗമം എന്നുള്ള രീതിയിലാണല്ലോ ഇത് വന്നത്. അപ്പൊ ഈ വന്ന ആൾക്കാരുടെ ഭക്തിയും വിശ്വാസവും ഒക്കെ അളക്കാനായിട്ട് ഒരു സർക്കാരിനെ ഇവിടെ നിയോഗിച്ചിട്ടൊന്നുമില്ല. ഒരു മാധ്യമ പ്രവർത്തകരെ നിയോഗിച്ചിട്ടില്ല. ഈ വന്നവർക്ക് ഭക്തി കുറവാണ്, അല്ല ഇന്നലെ ഞാൻ പറഞ്ഞ 20ാം തീയതി വന്നവർക്കും ഭക്തി കുറവാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല. ഭക്തന്മാർ അതിനകത്തുണ്ടായിരിക്കും, ഇതിനകത്തും ഉണ്ടായിരിക്കും.
ഇതിൽ വന്നത് എല്ലാം ഭക്തന്മാരാണെന്നാണ് എന്റെ അഭിപ്രായം. ഏത് പന്തളത്ത് വന്നത്. കാരണം അന്നത്തെ അയ്യപ്പ ആചാര ലംഘനത്തെ സമയത്ത് കണ്ടില്ലേ എന്തുമാത്രം ആളുകൾ എവിടെ നിന്നെല്ലാം വന്ന ആ സംരക്ഷണത്തിന് വേണ്ടി. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇവർ ഈ തീവ്ര സംഗമം എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ഇവർ ഹിന്ദുക്കളുടെ മാത്രമാണല്ലോ ഈ തീവ്ര സംഗമം എന്ന് വിളിക്കുന്നത്. ഇവർക്ക് മറ്റ് സമുദായങ്ങളിൽ പോയി ഇതുപോലെ വിളിക്കാനുള്ള ധൈര്യവും ആർജവം ഉണ്ടോ? ഈ ജിമ്മി ജെയിംസ് ഒക്കെ ഇരുന്ന് വലിയ ആളാവുന്നു, അരുൺകുമാർ ഇരുന്ന് വലിയ ആളാകുന്നു. ഞാൻ ചോദിക്കുന്ന മറ്റ് സമുദായക്കാരുടെ സമ്മേളനങ്ങളിൽ ചെന്നിരുന്ന ഒരു പർദ്ദ ഒന്ന് പൊക്കാൻ പറയാം, ഇവർക്ക് മുഖത്ത് കിടക്കുന്ന പർദ്ദ ഒന്ന് പൊക്കാൻ പറയാം, അവർക്ക് ധൈര്യമുണ്ടോ? അല്ല, ഇതില് നമ്മളിപ്പോ ആരുടെയും ജാതി മതമൊന്നും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, നമ്മൾ നിഷ്പക്ഷമായി പറയും. പക്ഷെ ചോദ്യം, ഇവർ ഈ കിടന്ന് ഈ പിന്നെ എന്താ പറയുക അവിടെ ഇവിടെയും തൊടാത്ത ഒരു വൃത്തിയിട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കിത് ചോദിക്കേണ്ടി വരുന്നത്. ഇവരുടെ ഭയം കൊണ്ടാണ് ഇവർ പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴാണ് ഭയം ഉണ്ടാവുന്നത്? ഒന്ന് നമ്മളെ ഇവൻ വളരെയൊന്നുമില്ല, അവ ഇങ്ങനെ തന്നെ കിടക്കും എന്ന് പറഞ്ഞാൽ ഇവൻ വളർന്ന് വരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ എന്തോ നഖസിദ്ധാന്തം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, എതിർക്കാൻ നോക്കും. അതാണ് നമ്മളിപ്പോ കാണുന്നത്. എന്തിനും ഏതിനും കുറ്റം. കാവ്യ ഉടുത്താ കുറ്റം, ഉടുത്തില്ലെങ്കിൽ കുറ്റം, കറുപ്പെടുത്താ കുറ്റം, ഇല്ലെങ്കിൽ കുംഭമേളയ്ക്ക് പോയാ കുറ്റം, കുംഭമേള കുളിച്ചാ കുറ്റം, കുംഭമേളയിൽ കുളിച്ചിട്ട് നിവർന്നു വന്നാ കുറ്റം, ആഹാരം കഴിച്ചാ കുറ്റം, ഇരുന്നാ കുറ്റം, നിന്നാ കുറ്റം. നമുക്കറിയാലോ രാമക്ഷേത്ര മറ്റേ ഇത് നടന്ന സമയത്ത് രാമന്റെ ഫോട്ടോ ഷെയർ ചെയ്തതിന് ചിത്ര ഇനി കേൾക്കാറുണ്ട്. മലയാളികളുടെ വാനമ്പാടി അവരെ RSSകാരി ആക്കിയതിന് കുഴപ്പമില്ല, അവരെ ചീത്ത വിളിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് സംഭവമാണ്. അതായത് ഈ ഭയം കേരളത്തിൽ ഒരിക്കലും BJP വരാൻ പാടില്ല, അങ്ങനെ ഒരു ഭയമുണ്ട് അവർക്ക്. ആ ഭയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവര് വിശ്വാസികൾ, ഈ ഹിന്ദുക്കളുടെ കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, ഹിന്ദുക്കൾ വിഡ്ഢികളല്ല എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വിശ്വാസികൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പരിപാടി നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്, എല്ലാവർക്കും അറിയാതെ. ലേലുവല്ലു, ഞാൻ പറഞ്ഞ പോലെ ലേലുവല്ലു എന്ന് എഴുതിയാൽ മതി അതിനകത്ത്, ഇത്രയും പോസ്റ്ററിൽ സ്ഥലം ലാഭിക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു CPM-ന്റെ. അവരെ ഈ പാർട്ടി വോട്ട് ചോർന്ന് എവിടെ നിന്നാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കുകയും അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ്. ഏതാണ് ഈ അവരെ ചോർന്നു പോയ വോട്ടിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിയാണ് 20-ാം തീയതി നടന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ടത്തിനെ കണ്ടിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഭയം എന്ന് പറഞ്ഞില്ലേ, ഈ വിരളി പൂട്ടുന്നത് ആൾക്കൂട്ടം കണ്ടിട്ടാണ്. അന്ന് ഇത്രയും ആൾക്കൂട്ടം വന്നു. അപ്പൊ ഇതെങ്ങനെയാ? ഇത് മുമ്പ് കണ്ടുള്ള 2014 നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ വന്നപ്പോൾ ഇത്രയും ആൾക്കാരെ കണ്ടിട്ട് അന്നും ഇതുപോലെ ഒന്ന് വിരളി പൂണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും പേര് ഇത്രയും വോട്ടായിട്ട് കൺവേർട്ട് ആകുമോ എന്നുള്ള. മോദിയെ കാണാനല്ല വന്നത്, അതിന്റെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്താ സംഭവം? മോദി അന്ന് പ്രധാനമന്ത്രി കൂടി അല്ലെന്ന് ആലോചിക്കണം. അപ്പോഴാണ് പ്രധാനമന്ത്രി ആയിട്ടില്ല, അപ്പോഴാണ്. അപ്പൊ എന്തായാലും ആൾക്കൂട്ടം എന്ന് പറയുന്ന ഇവരുടെ ഈ BJP-യുടെ വോട്ട് ബാങ്ക്, ആൾക്കൂട്ടത്തിനെ കണ്ട് ഭയക്കുന്ന എന്താണ്, ഇത് BJP-യുടെ വോട്ട് ബാങ്കായി മാറുമോ? BJP-യുടെ വളർച്ച അത് കാരണം ഉണ്ടാകുമോ? ഉണ്ടാകും. കാരണം അത് ഭയപ്പെടുന്ന കാര്യം ഉണ്ടാകും. അത് എത്ര ഭയപ്പെട്ടാലും ഉണ്ടാകും. കാരണം ഈ പറയുന്ന വോട്ട് ശതമാനം കൃത്യമായി വരുന്നുണ്ട്. ഇപ്പൊ 20%, അതായത് 5-ൽ ഒരാൾ, കേരളത്തിൽ 5-ൽ ഒരാൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ കണക്ക്. ത്രിപുരയിലും ആസാമിലും ഒക്കെ സംഭവിച്ചെങ്കിൽ അത് കേരളത്തിലും ഉറപ്പായി സംഭവിക്കും. ഈ രാജ്യമെമ്പാടും പടർന്നു കയറുന്ന പല പാർട്ടികളുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയാം. അത് അപ്പൊ തിരിച്ചും സംഭവിക്കാം. വെറും 2 സീറ്റാണ് 2000-ന്റെ തുടക്കങ്ങളിൽ BJP-ക്ക് ഉണ്ടായിരുന്നത്. അതേ പാർട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അത് സംഭവിച്ചുകൂടാന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഈ ഈ പന്തളത്ത് നാനക് കൺവെൻഷൻ സെന്ററിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു ഈ തിങ്ങി നിറഞ്ഞുള്ള ആൾക്കൂട്ടം. അതിൽ മറ്റേ ഇത് കഴിഞ്ഞിട്ട് ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മുങ്ങിയവരൊന്നുമല്ല. അപ്പോൾ അവസാനം വരെ ഉണ്ടായിരുന്നതാണ്. അതായത് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയം കളിക്കുന്ന യഥാർത്ഥത്തിൽ CPM-ഉം അല്ല BJP-യും അല്ല. അത് കൃത്യമായിട്ട് മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അതാണ് കോൺഗ്രസ് പാർട്ടി. ഇത് അന്നും 2018 സമ്മേളനവും മറ്റേ ഈ നിലവിളക്കുകൊളുത്തും നാമജപവും അടിയുണ്ടതെല്ലാം BJP-ക്കാര്. ക്രെഡിറ്റും കൊണ്ട് ഇവന്മാർ ഒരു മൗനജാതി നടത്തി ക്രെഡിറ്റ് എടുത്തുകൊണ്ട് ഫുൾ വോട്ടും കൊണ്ടുപോയി. അത് ഇപ്പോഴും അതേ പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് പിണറായി വിജയൻ ഭക്തനാണോ ഈ ചോദ്യമാണ്. അതാണ് ആർക്കും അങ്ങോട്ട് പിന്നെ എന്താണ് പറയുന്നത്, ഇതുപോലത്തെ പൊട്ട ചോദ്യങ്ങളുണ്ടല്ലോ, വലിയ എഫക്റ്റ് ഒന്നുമില്ല, ചോദിച്ചൊന്നുമായി.
അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. പിണറായി വിജയൻ ഭക്തനാണ്. അപ്പൊ എം.എ. വൈ പറയുന്നു അല്ല ഭക്തനല്ല, വെള്ളാപ്പള്ളി പറയുന്ന ആണെന്ന് പറയുന്നത്. ഇനി ഭക്തനാണെങ്കിൽ അദ്ദേഹത്തെ പുറത്തു വരണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ അവനവന്റെ ഇതാണ്. ഈ ഭക്തിയും പെണ്ണുപിടിയും പിന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് പുറത്തു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഭക്തിയും പെണ്ണുപിടിയും ഒരുമിച്ച് ചേർത്തതിന് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, ഞാൻ അങ്ങനത്തെ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി തലയിടാൻ ആർക്കും അവകാശമില്ല. ഇപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ ഗുരുവായൂർ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. എന്തിന് പിണറായി വിജയന്റെ ഭാര്യയും മകളും തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന വീഡിയോ പുറത്ത്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിലും ഈ വിഷയം ചുമ്മാ വിഷയങ്ങളൊക്കെ മാത്രം ഉണ്ടാക്കി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് കോൺഗ്രസ് ഇതും തട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു ഇതാണ്. അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിലമ്പൂര് ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ പരസ്യമായി വോട്ട് വാങ്ങി ജയിച്ച പാർട്ടി ടീമുകളാണ് ഇവന്മാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്ത് ഈ കളി അവസാനിപ്പിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2018, 19 2025 CPM-ഉം BJP-യും ഇതിന്റെ കളിത്തട്ടിലുണ്ടായിരുന്നു. അതായത് മൈതാനത്ത് ഇറങ്ങി കളിച്ചവന്മാരാണ് CPM-ഉം BJP. അതിൽ അവർ കൃത്യമായ രാഷ്ട്രീയം അന്നും ഇന്നാണെങ്കിലും CPM-ന്റെ രാഷ്ട്രീയമുണ്ട്. അന്നും CPM രാഷ്ട്രീയം ഇറങ്ങി കളിക്കുകയാണ്. ഗാലറി ഇരുന്ന് കളി കണ്ടവന്മാർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ CPM-നോ BJP-ക്കോ വോട്ട് കൊടുക്കുക, പക്ഷെ ഒരിക്കലും ഇവന്മാർക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ളതാണ്. പിന്നെ അണ്ണാമലയുടെ പ്രസംഗമാണ് പറയുന്നത്. അണ്ണാമലയുടെ പ്രസംഗത്തിൽ പറയുന്ന പിണറായി വിജയനെ അതായത് ദൈവം ഇല്ലെന്ന് പറഞ്ഞു കിടക്കുന്നവനൊക്കെ ഭഗവത്ഗീതയും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് തമിഴന്മാരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ചെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിണറായിനെ കാമപ്രാന്തൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ജിമ്മി ജെയിംസിന്റെ കണ്ടുപിടുത്തം. അണ്ണാമലയെ അപ്പോഴാണ്, അതായത് ഞാൻ ഇന്നലെ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അരി ഏതാന്ന് അറിഞ്ഞുകൂടാത്തവന്മാരെ പറ്റി അവന്മാർക്കാണ് ഈ പ്രശ്നമുള്ളത്. അതായത് അധ്യായം 16 കോട്ട് ചെയ്താണ് അദ്ദേഹം പറഞ്ഞത്. ദിവ്യവും ആസുരവുമായിട്ടുള്ള ഗുണങ്ങൾ, എല്ലാ മനുഷ്യനുമുള്ള ഗുണങ്ങൾ അതിൽ പറയുന്നുണ്ട്. കാമക്രോധ ലോഭ മോഹാദി എന്ന് പറയുന്ന ഗുണങ്ങൾ ഇതെല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പൊ ഈ ഗുണങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ദിവ്യമായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരുന്നത്. ഈ ആസുരിയും ദിവ്യവുമായിട്ടുള്ള ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ അദ്ദേഹം പറയുന്നുണ്ട് കാമക്രോധ ലോഭ മോഹം ഇതൊക്കെ ഉള്ള ആളാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ഈ കാമം മാത്രം എടുത്തിട്ട് ഈ കാമം മറ്റേ കാമമാണെന്ന് പറഞ്ഞ് രീതി പറഞ്ഞു. അപ്പൊ ഇതില് ശ്ലോകം 18 പറയുന്ന അഹങ്കാരം ബാലം ദർപ്പം കാമം ക്രോധം ച സംസ്ഥിതമാ ആത്മപരദേഹദേശു പ്രതിസന്ധായ സുഖം, ഇങ്ങനെയാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാമം ഉദ്ദേശിക്കുന്ന മറ്റേ കാമമല്ല, എല്ലാത്തിനോടുമുള്ള ആഗ്രഹമാണ് ദുഃഖത്തിന്റെ കാരണം എന്ന് പറയും ബുദ്ധൻ. എല്ലാത്തിനോടുമുള്ള ആഗ്രഹം, അങ്ങനെ നമ്മൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയും ഹിന്ദുക്കളില്. അതിലെ കാമം എന്ന് പറയുന്നത് ഡിസയർ ആണ്. അതിൽ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇത് കാമം, ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഇതൊക്കെ ഉള്ള ആരാണെന്ന് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ഇല്ലാത്ത ആളല്ലല്ലോ പറഞ്ഞത്. മൈക്കിനോട് വരെ ദേഷ്യമാണ്. പിന്നെ ലോഭം എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, ആർത്തി, അതില്ലാത്ത ആളല്ലല്ലോ. മോഹം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, അതായത് നമുക്ക് ഉള്ള സാധനത്തിനോട് കെട്ടിപ്പിടിച്ച് വയ്ക്കാനുള്ള ഒരിത്. പിന്നെ മതം, അഹങ്കാരം, അത് ഒട്ടും കുറവില്ല. പിന്നെ മാത്സര്യം, അതായത് അസൂയ, അതും ഒട്ടും കുറവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞതിന്, സത്യം പറഞ്ഞതിന് ഇദ്ദേഹത്തിനെ ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും അതിന് സുജയ ചേച്ചി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞത്, അതായത് അവനവന് താല്പര്യമുള്ള കാര്യങ്ങൾ എടുത്ത് വിശദീകരിക്കും എന്ന് പറയാം. അവനവന് താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വിശദീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കാമം. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുഖ്യമന്ത്രി അങ്ങനെ സ്ഥാപിക്കാനൊന്നും ഇവിടെ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പിന്നെ അണ്ണാമലയുടെ സംസ്ഥാന അധ്യക്ഷനാണ് BJP-യുടെ. പിണറായി വിജയൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ള അതിലേക്ക് അതപ്പതിക്കെ ഒരിക്കലും അണ്ണാമല CPM കാരനല്ല എന്നുള്ളതാണ് പറയാനുള്ളത് അവസാനമായിട്ട്. എന്തായാലും ഇതിന്റെ സർക്കാർ സത്യവാങ്മൂലം തിരുത്തിയോ എന്നുള്ളതായിരുന്നു തേജസ്വി സൂര്യ ചോദിച്ചത്. അതായത് സത്യവാങ്മൂലം കൊടുത്തതിൽ എന്താ പറഞ്ഞത്, വഖഫ് ബോർഡിന്റെ ഒരു അനുമതി വാങ്ങിക്കണമെന്ന്, ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ്പൊ പറയുന്നു അത് ഇപ്പൊ കോടതിയുടെ പരിഗണന ഇരിക്കുന്നു. ഇപ്പൊ സത്യവാങ്മൂലം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിപ്പോ ഇല്ല, നിലനിൽക്കുന്നില്ല. പിന്നെ അതെങ്ങനെ തിരുത്തും എന്നൊക്കെയാണ്. അപ്പൊ കൊടുത്തു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ NSS SNDP പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവിടുത്തെ പന്തളത്തുള്ള കരയോഗങ്ങളിലുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വെള്ളാപ്പള്ളിയും ഈ സംഗീത് കുമാറും ഒക്കെ പങ്കെടുത്താൽ മാത്രമേ ഇത് ആവുള്ളൂ എന്ന് പറയുന്നത് ഒരു വികലമായിട്ടുള്ള ന്യായമാണ്. പിന്നെ പന്തളം കൊട്ടാരം പ്രതിനിധി വന്നില്ല, മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. പന്തളം കൊട്ടാരം വേറൊരാളെ അയച്ചിട്ടുണ്ട് പ്രതിനിധിയായിട്ട്. അപ്പോൾ ഇതൊന്നും അവർക്ക് കാണാൻ വയ്യ. പിന്നെ
അദ്ദേഹം പറഞ്ഞത് ഒരു വാക്കും കൂടെ പറയണം. പന്തളം പ്രതിനിധി പറയാം, ദൈവം ഉള്ളിടത്താണ് ഭക്തരുള്ളത്, ഇവിടെ ഞാൻ തെങ്ങി നിറഞ്ഞ് ഭക്തരെ കാണുന്നു, ഇത്രയും പറഞ്ഞോളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ഇന്നലത്തെ സംഗമത്തിൽ, മെനഞ്ഞാന്നത്തെ സംഗമത്തിൽ ദൈവം ഇല്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 1 ലക്ഷം സ്വാമിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണ്ഡലകാല സമ്മേളനം ഇനി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അരുൺകുമാറിന്റെ മുഖം ഇങ്ങനെ വല്ലാതെ വിളറി വെളുക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും 60-ലധികം സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് വാവര സ്വാമിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ വിവരക്കേടായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞു. അതിൽ ഒരെണ്ണം കണ്ടുപിടിച്ചു, അതായത് ക്ഷീരമുള്ള ഒരു അകിടിഞ്ചോട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറയില്ലേ ചിലർക്ക്, അതങ്ങനെയാണ്. അപ്പൊ എന്തായാലും സേവനങ്ങളൊക്കെ അവിടെ ഈ പറയുന്ന അയ്യപ്പന്മാർക്ക്, അവിടെ പോകുന്ന ഭക്തന്മാർക്ക് സേവനം ചെയ്യുന്ന ശബരിമല അയ്യപ്പ സേവ സമാജമാണ്, സർക്കാരല്ല. അപ്പൊ ആ സമാജത്തിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, രാജപ്രതിനിധി ഉണ്ടായിരുന്നു, പേട്ട തുള്ളുന്ന സംഘങ്ങളുണ്ടല്ലോ, അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ, അതിന്റെ പെരിയോന്മാരുണ്ടായിരുന്നു, പിന്നെ തിരുവാഭരണ സംഘം ഉണ്ടായിരുന്നു, മലയര സമാജത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു, ഇവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെന്താണ് ചുമ്മാ സമ്മേളനം മാത്രമല്ല, സെമിനാറൊന്നും നടത്തിയില്ല. സെമിനാറും ഉണ്ടായിരുന്നു, മാസ്റ്റർ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ സെമിനാർ ഉണ്ടായിരുന്നു. വിശ്വാസം, വികസനം, സുരക്ഷ എന്നുള്ളത് രാവിലത്തെ പകുതിയിലായിരുന്നു. അതൊന്നും ഇവർ കാണുന്നില്ലല്ലോ, അങ്ങനെയുള്ളത് തന്നെ. എന്നാലും അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സമ്മേളനമായിരുന്നു. AC ഹാളൊന്നും ഇല്ലായിരുന്നു. എന്താണ് കല്ലുമുള്ളും കാലിക്കുത്തയല്ല, കല്ലുമുള്ളും കാലിക്ക് മെത്ത എന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട അയ്യപ്പന്മാർക്കുള്ളതായിരുന്നു. അവർ അവസാനം വരെ അവിടെ ഇരുന്നിട്ടുണ്ട്. അവർ 1000 രൂപയ്ക്കും ബിരിയാണിക്കും വേണ്ടി വന്നവരല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അവസരം വരെ ഉണ്ടായിരുന്നു. അതാണ് ഈ സർക്കാർ മനസ്സിലാക്കേണ്ടത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ ഭക്തൻ എന്താണെന്നൊക്കെ CPM-കാർ പഠിപ്പിക്കാൻ വരുന്നത്, അയ്യപ്പനെ പറ്റി CPM പഠിപ്പിക്കാൻ വരുന്നത് മദ്യപന്മാരെല്ലാം കൂടെ ആഗോള മദ്യപാന വിരുദ്ധ ഇത് നടത്തുന്നത് പോലെയാണ്. സ്വാമിയെ ശരണമയ്യപ്പ.